വെൽക്കം ബാക്ക് മൈ ചാനൽ ഫോർ സ്റ്റാർസ്. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ സിൻഡ്രല്ലാൻ്റെ ഫസ്റ്റത്തെ പാർട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ 2 സെഗ്മെൻ്റായിട്ട് അത് ചെയ്തു. അപ്പോൾ അടുത്ത പാർട്ടാണ് എടുക്കാൻ പോകുന്നത്, ദ ബോളും ദ സെർച്ചും. അത് പറഞ്ഞു കുറച്ച് വലിയൊരു പാടായ കാരണം നമുക്ക് ലെങ്തി ആവണമാണ്, കട്ട് ചെയ്തിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ പാർട്ട് തന്നെ കുറച്ച് ലെങ്തി ആണ്, പക്ഷേ നമുക്കങ്ങനെ കൂടുതൽ പാർട്ടായിട്ട് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് 2 പാർട്ടായിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ സെക്കൻഡ് പാർട്ടാണ്. സിൻഡ്രല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, സാധാരണ നമ്മൾ പറഞ്ഞു വരുന്ന ഒരു കഥയാണ്. അതിന്ന് ആ കഥയിൽ നിന്ന് അഡാപ്റ്റ് ചെയ്ത് എടുത്തതാണിത്. ഒരു എന്താ പറയുക, ഒരു സിനിമ ആക്കിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ. അതുപോലെ എല്ലാവരും ഇങ്ങനെ നമ്മൾ ചെറുപ്പം മുതലേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു വരുന്ന ഒരു കഥയും കൂടിയാണിത്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നമുക്ക് അതിൽ കഥ ശരിക്കും നമുക്ക് യൂട്യൂബിൽ തന്നെ സിനിമ പോലെ ഉണ്ട്. അപ്പോൾ സിനിമ പോലെ കാണുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. സിൻഡ്രല്ല മൂവി അടിച്ചു കൊടുത്താൽ മതി, മൂവി ആയിട്ട് തന്നെ വരും, ശരിക്കും കാണാൻ പറ്റും. അതൊരു ശരിക്കും ഒരു കഥയാണ്. നമ്മൾ ചെറുപ്പം മുതൽ നമ്മൾ കേട്ടിട്ട് വരുന്ന ഒരു കഥയാണത്. നിങ്ങൾക്കത് പഠിക്കാനുണ്ടെന്നേ ഉള്ളൂ. ഇത് അഡാപ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ അടുത്ത സെഗ്മെൻറ്റിലേക്ക് കടക്കും. ദ ബോൾ. സിൻഡ്രല്ല വെൻറ്റ് ടു ദ ബോൾ ഡ്രസ്ഡ് ഇൻ വണ്ടർഫുൾ ക്ലോത്ത്സ്. അപ്പം നമ്മൾ പറഞ്ഞു വെച്ചത് എന്താണെന്ന് വെച്ചാൽ, സിൻഡ്രല്ലയ്ക്ക് 2 സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മുടെ പ്രിൻസിൻ്റെ ഒരു ബോളിലേക്ക് ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ രണ്ടാളും നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയി. പക്ഷേ സിൻഡ്രല്ലയ്ക്ക് മാത്രം നല്ല ഡ്രസ്സോ നല്ല ഷൂസോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവളിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരു ഫെയറി ഗോഡ് മദർ വരികയാണ് ഹെവനിന്ന്. അവരുടെ മാജിക് ബാൻഡ് കൊണ്ട് അവൾക്ക് വേണ്ടി കോച്ച്, ഹോഴ്സസ്, അതുപോലെ ഫുട്മാനെയും ഷൂസ്, ഡ്രസ്സ് എല്ലാം നല്ല ഇതാക്കിയിട്ട് നല്ല ശരിക്കും ഒരു പ്രിൻസസിൻ്റെ പോലെ ആക്കിയിട്ട് അവളെ ബോളിലേക്ക് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ വെച്ചിട്ടാണ് ഇനി ഉള്ള ഇതെന്ന് പറയുന്നത് അവിടെ ഉണ്ടാവുന്ന സംഭവ വികാസങ്ങളാണ് അടുത്ത സെഗ്മെൻറ്റിൽ. അപ്പം നമ്മൾ പറഞ്ഞു വെച്ചാൽ ഫെയറി ഗോഡ് മദർ പറയുന്നുണ്ട് 12 മണി വരെയാണ് നിങ്ങൾക്ക് ഈ മാജിക്കിൻ്റെ എക്സ്പയറി എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ നീ പഴയ പോലെ തന്നെയാവും. അപ്പോൾ അതുവരെ നിനക്കവിടെ പാലസിൽ നിൽക്കാൻ പാടില്ല, ബോളിൽ നിൽക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ 12 മണി അടിക്കുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് വരണം എന്ന് പറയുകയാണ് ചെയ്യണത്. നമുക്ക് അടുത്ത സെഗ്മെൻറ്റ്. സിൻഡ്രല്ല വെൻറ്റ് ടു ദ ബോൾ ഡ്രസ്ഡ് ഇൻ എ വണ്ടർഫുൾ ക്ലോത്ത്സ്. അപ്പോൾ സിൻഡ്രല്ല നമ്മൾ പറഞ്ഞു രഥം, ഹോഴ്സസൊക്കെ ഉണ്ട് പറഞ്ഞു. അപ്പോൾ രഥത്തിലൊക്കെ കയറിയിട്ട് ഹോഴ്സസ് അവളെ പാലസിൽ എത്തിച്ചു. അപ്പോൾ അവൾ വണ്ടർഫുൾ ക്ലോത്ത്സ്, നല്ല വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട് അവൾ പാലസിലെ ബോളിൽ എത്തി. ഷി റോഡ് ഇൻ ദ റെഡ് കോച്ച്. അവളെ കൊണ്ട് അവിടെ പാലസിൽ എത്തിച്ചത് റെഡ് കോച്ചാണ്. നമ്മൾ പറഞ്ഞു പംകിനെ കൊണ്ട് കോച്ചാക്കിയിട്ടുണ്ടായിരുന്നു ഫെയറി ഗോഡ് മദർ. ദ 6 ഫുഡ്മാൻ വെയിറ്റഡ് ഓൺ ഹെർ. അവളുടെ ആ 6 ലിസാർഡിനെ കൊണ്ട് 6 ഫുഡ്മാൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫുഡ്മാൻ അവളെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇൻ ദ ബോൾ റൂം ഷീ ലുക്ക് ലൈക്ക് എ പ്രിൻസസ്. അവൾ ബോൾ റൂമിലേക്ക് കടക്കുമ്പോൾ അവൾ ശരിക്കും ഒരു ലുക്ക് ലൈക്ക് എ പ്രിൻസസ്, ഒരു പ്രിൻസസിനെ പോലെ ആയിരുന്നു അവളെ കാണാൻ തന്നെ. നത്തിങ് വാസ് ദെൻ ഹിയർഡ് ബട്ട് എ കൺഫ്യൂസ്ഡ് നോയ്സ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറിയ സമയത്ത് ഒന്നും വേറൊരു ഒച്ചകളോ വേറൊരു ശബ്ദങ്ങളോ വേറൊരു ശബ്ദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ മൊത്തത്തിലൊരു കൺഫ്യൂസ്ഡ് നോയ്സ്, ഒരു എന്താ പറയുക, ഒരു മുറുമുറുപ്പ് ഉണ്ടായിരുന്നു എല്ലായിടത്തുനിന്നും. പറയുന്നത് വെച്ചാൽ ഹൗ ബ്യൂട്ടിഫുൾ ഷീസ്, അവളെത്ര സുന്ദരിയാണെന്ന് ഓരോരുത്തരിങ്ങനെ അവിടെ ബോളിലുണ്ടായിരുന്ന ആൾക്കാർ ഇങ്ങനെ മെല്ലെ മെല്ലെ പറയുന്നത് അവൾക്ക് ഇങ്ങനെ പറയുന്ന ഒച്ചയുണ്ട്. പക്ഷെ അതല്ലാതെ വേറൊരു ഒച്ചയും വേറൊരു ശബ്ദം അവിടെ ഉണ്ടായിരുന്നില്ല. ദ പ്രിൻസ് നോട്ടീസ്ഡ് ഹെർ അറ്റ് വൺസ്. പ്രിൻസ് ആദ്യം തന്നെ അവളെ കണ്ടു.
ഹീ ഡാൻസ്ഡ് ഓൺലി വിത്ത് ഹെർ. അദ്ദേഹം ആ പ്രിൻസ് ഡാൻസ് കളിച്ചത് അവളുടെ ഒപ്പം മാത്രമായിരുന്നു. ഇത്രയും വേറെ ഒരുപാട് ലേഡീസ് ഗേൾസ് അവിടെ ഉണ്ടെങ്കിലും പ്രിൻസ് ഡാൻസ് കളിച്ചത് അവളുടെ ഒപ്പം മാത്രമാണ്. ഹെർ സിസ്റ്റേഴ്സ് വർ നൗ ജലസ് ഓഫ് ഹെർ. അവളുടെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു പറഞ്ഞു. അവളുടെ സിസ്റ്റേഴ്സ് ഇവളേക്കാളും മുന്നേ അവിടെ എത്തിപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ സിസ്റ്റേഴ്സിനെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് അവളെ എന്താ പറയുക ഭയങ്കര ജലസ്, ഒരു അസൂയ തോന്നി അവളോട്. ബട്ട് ദേ ഡിഡ് നോട്ട് റിക്കഗ്നൈസ് സിൻഡ്രല്ല. പക്ഷെ അവർക്ക് അറിയില്ലായിരുന്നു ഇവളുടെ ഈ നല്ല വസ്ത്രങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അവളെ ഇങ്ങനെ ശരിക്കും ഒരു പ്രിൻസസിൻ്റെ പോലെയായിട്ട് അവൾ പ്രതീക്ഷിക്കുന്നില്ല. അവർ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് തിരിച്ചറിയാനോ. അതുമാത്രമല്ല നല്ല വസ്ത്രങ്ങൾ, നല്ല ഹെയറൊക്കെ നല്ല ഇത് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ വരുമ്പോൾ അവളെ പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കാർക്കും അവളേനെ ഇത് സിൻഡ്രല്ലയാണെന്ന് മനസ്സിലാക്കാനും മനസ്സിലായില്ല അവർക്കത്. പക്ഷേ അവളോട് എല്ലാവർക്കും ഒരു ജലസ് ഉണ്ടായിരുന്നു. ഷീ വെൻറ്റ് ഓൺ ഡാൻസിങ് ആൻഡ് ഫോർഗോട്ട് എബൌട്ട് ദ ടൈം. അവൾ സിൻഡ്രല്ല എന്താ ചെയ്തത്, പ്രിൻസിനെ കണ്ടതോട് കൂടിയിട്ട് അദ്ദേഹത്തിനൊപ്പം പോയി ഡാൻസ് ചെയ്തു. ഫോർഗോട്ട് എബൌട്ട് ദ ടൈം. 12 മണി എന്നുള്ള സമയം, അതുവരെ എനിക്ക് എൻ്റെ ഈ മാജിക്കിന് എക്സ്പയർ ഉള്ളൂ എന്ന് അതിനെപ്പറ്റി ഒരു ബോധേഡാവാതെ തന്നെ, ചിന്തിക്കാതെ തന്നെ അവൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഡാൻസ് ചെയ്യണം. ദെൻ ദ ക്ലോക്ക് സ്റ്റാർട്ടഡ് ടു സ്ട്രൈക്ക് 12. കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ലോക്ക് 12 അടിക്കാൻ തുടങ്ങി. 12 മണി ആയി. ഷീ നൗ റിമെമ്പേർഡ് ദ വേർഡ്സ് ഓഫ് ദ ഫെയറി. അപ്പോൾ ആ സമയത്ത് 12 അടിക്കുന്ന സമയത്താണ് അവൾക്ക് ഫെയറി ഗോഡ് മദറിൻ്റെ വാക്കുകൾ ഓർമ്മ വന്നത്. 12 മണി വരെ ഉള്ളൂ എന്നുള്ളത് അവൾക്ക് ഓർമ്മ വന്നത്. ഷീ ബോവ്ഡ് ടു ദ പ്രിൻസ് ആൻഡ് റാൻ ക്വിക്ക്ലി ഔട്ട് ഓഫ് ദ ബോൾ റൂം. അവളെന്താ ചെയ്തത്, പെട്ടെന്ന് തന്നെ പ്രിൻസിനെ മാറ്റി നിർത്തിയിട്ട് അവൾ വേഗം തന്നെ ബോൾ റൂമിൻ്റെ പുറത്തേക്ക് ഓടി. Arriving home, she ran to seek out her godmother to tell everything that had happened at the ball. അവൾ എന്താ ചെയ്തു, എത്രയും പെട്ടെന്ന് അവൾ വീട്ടിലെത്തിയിട്ട് അവൾക്ക് വലിയൊരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ വേഗം പോയിട്ട് ഗോഡ് മദർ, നമ്മൾ പോകുമ്പോണ്ടായിരുന്ന ഗോഡ് മദറിനോട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവൾ വേഗം വീട്ടിലേക്ക് വന്നു. ഷീ സെഡ് that the heartily wished she could go to the ball the next day as well because the prince had invited her. അവളുടെ ഏറ്റവും വേറൊരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അവൾ പോയി വന്നിട്ട് അവൾ ഗോഡ് മദറോട് പറഞ്ഞൊരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് നാളെ ആ ബോളിലേക്ക്, ആ ഡാൻസ് പാർട്ടിയിലേക്ക് എനിക്ക് പോകണം, കാരണം പ്രിൻസ് അവളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് നാളെയും പോകണം എന്നുള്ളത് അവളൊരു വലിയൊരു ആഗ്രഹമായിരുന്നു. Then her 2 sisters knocked at the door. സിസ്റ്റേഴ്സ് ആ സമയമാകുമ്പോഴത്തേക്കും സിസ്റ്റേഴ്സ് വന്നിട്ട് വാതിലിൻ്റെ മുകളിൽ മുട്ടി. സിൻഡ്രല്ല റാൻ ആൻഡ് ഓപ്പൺ ദ ഡോർ. സിൻഡ്രല്ല ഓടിപ്പോയിട്ട് വാതിൽ തുറന്നു. യു സ്റ്റേഡ് സച്ച് എ ലോങ് ടൈം. അവർ പറയുകയാണ്, നീ ഇവിടെ തന്നെ ഇത്രയും അധികം നേരം ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഷീ ക്രൈഡ്, gapping, rubbing her eyes and stretching herself as if she had been sleeping. അവൾ എന്താ ചെയ്തത്, അവൾ കരയുന്ന പോലെ നോക്കി. ഗ്യാപ്പിംഗ് പറഞ്ഞാൽ തുറച്ച് നോക്കുക. നമ്മളിപ്പോൾ ഉറക്കത്ത് നിന്നൊക്കെ എണീറ്റ് പെട്ടെന്ന് നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും വന്ന് വാതിൽ മുട്ടുക, കോളിബെല്ലൊക്കെ അടിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആ ഉറക്കത്തിൻ്റെ ഒരു ഇതിൽ പോയിട്ട് ഹാങ് ഓവറിൽ പോയിട്ട് നമ്മൾ വാതിൽ തുറക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ണിന് ഒരു ഇതില്ലാത്ത പോലെ തോന്നും, ഒരു കാഴ്ചയില്ലാത്ത പോലെ തോന്നും. അതുപോലെ നമ്മൾ കണ്ണ് തിരുമ്മും. റബ്ബിങ് എന്ന് പറഞ്ഞാൽ തിരുമ്മും. അതുപോലെ നമ്മുടെ മുഖമൊക്കെ നമ്മൾ പിടിച്ചിട്ട് ശരിയാക്കുകയൊക്കെ ചെയ്യും. നമ്മൾ എണീറ്റ ആ സമയമാകുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യപ്പെട്ടെന്ന്. അപ്പോൾ അവരെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൾ കരഞ്ഞു. ഗ്യാപ്പിംഗ്, റബ്ബിങ് ഹെർ ഐസ് ആൻഡ് സ്ട്രെച്ചിങ് ഹെർ സെൽഫ് ആസ് ഇഫ് ഷീ ഹാഡ് ബീൻ സ്ലീപ്പിംഗ്. അവൾ ഉറങ്ങായിരുന്നു എന്ന് സ്റ്റെപ്പ് സിസ്റ്റേഴ്സിനെ അറിയിക്കാൻ വേണ്ടി, കരഞ്ഞിട്ട് അങ്ങനെ ഉറങ്ങിയെന്ന് സിസ്റ്റേഴ്സിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് അവൾ കരയും. അതുപോലെ തന്നെ കണ്ണ് തിരുമ്മും, മുഖമൊക്കെ ശരിയാക്കും. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ആ ഉറക്കപ്പിച്ചിൽ എന്താണ് ചെയ്യുന്നത് അതുപോലെയൊക്കെ അവൾ അഭിനയിച്ചു. ഇഫ് യു ഹാഡ് ബീൻ അറ്റ് ദ ബോൾ, said one of her sisters, you would not have been tired with it. നീ എന്തേ ഇല്ലാഞ്ഞ്, നീയും കൂടി നീ എന്തുകൊണ്ടാണ് നീ ആ ബോളിൽ ഉണ്ടാവുന്നത്, നീ എന്തേ ഇല്ലാഞ്ഞത്. യു വുഡ് നോട്ട് ഹാവ് ബീൻ ടയേർഡ് വിത്ത് ഇറ്റ്. നീ എന്തായാലും അവിടെ നിന്ന് വന്നാൽ ടയേർഡ് ആവില്ല.
The finest princess was there, the most beautiful that mortal eyes have ever seen. അവിടെ ഒരു എന്താ പറയുക ഫൈനസ്റ്റ് പ്രിൻസസ് എന്ന് പറഞ്ഞാൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻസസ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. മോസ്റ്റ് ബ്യൂട്ടിഫുൾ ദാറ്റ് മോഡൽ ഐസ് ഹാവ് എവർ സീൻ. നമുക്ക് അവളെ കണ്ടാൽ പിന്നെ നമുക്കൊന്നും കാണണ്ട, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻസസ് അവിടെ ഉണ്ടായിരുന്നു. സിൻഡ്രല്ല സീംഡ് വെരി ഇൻഡിഫറൻറ്റ് ടു വാട്ട് ദേ സെഡ്. അവരെന്താണോ പറയുന്നത് എന്നുള്ളതിൻ്റെ ഇൻഡിഫറൻ്റ് ആയിട്ട് ഇവള് നടിക്കാൻ തുടങ്ങി. അവൾക്കൊന്നും മനസ്സിലാവാത്ത, അല്ലെങ്കിൽ അവളൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള പോലെ അവൾ നടിക്കാൻ തുടങ്ങി. ഇൻഡീഡ് ഷീ ആസ്ക്ഡ് ദെം ദ നെയിം ഓഫ് ദ പ്രിൻസസ് ബട്ട് ദേ ടോൾഡ് ഹെർ ദേ ഡിഡ് നോട്ട് നോ. അപ്പോൾ സിൻഡ്രല്ല അവരോട് ചോദിച്ചു എന്താണ് ആ പ്രിൻസസിൻ്റെ പേരെന്ന് ചോദിക്കേണ്ടത്. പക്ഷേ ഇവർ പറഞ്ഞു, അവൾ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് പറഞ്ഞു പേരൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. സിൻഡ്രല്ല സമയത്ത് ചിരിച്ചു. റിപ്ലൈഡ് ഷീ മസ്റ്റ് ദെൻ ദ വെരി ബ്യൂട്ടിഫുൾ ഇൻഡീഡ്. ഹൗ ഹാപ്പി യു ഹാവ് ബീൻ. Could not I see her? Cinderella smiling replied she must then be very beautiful indeed. അവൾ വാസ്തവത്തിൽ ഒരു സത്യത്തിൽ അവൾ നല്ലൊരു സുന്ദരി തന്നെയായിരിക്കും എന്ന് സിൻഡ്രല്ല പറയാണ്. How happy you have been. Could not I see her. എനിക്ക് അവളെ കാണാൻ പറ്റിയില്ലല്ലോ, നിങ്ങളൊക്കെ എത്ര ഹാപ്പിയാണ്. Her dear sister, do lend me your yellow dress which you wear every day. നീ എല്ലാ ദിവസവും സിസ്റ്ററോട് പറയാണ്, നീ എല്ലാ ദിവസവും ഇടുന്ന ആ മഞ്ഞ യെല്ലോ ഡ്രസ്സ് എനിക്ക് ഒന്ന് ലെൻഡ് മീ, എനിക്കൊന്ന് കടം തരുമോ ചോദിക്കാണ്. യെസ് ടു ബി ഷുവർ ക്രൈഡ് ഹെർ സിസ്റ്റർ. അവളുടെ സിസ്റ്റർ കരഞ്ഞോണ്ട് പറഞ്ഞു, തരാം. ലെൻഡ് മൈ ക്ലോത്ത്സ് ടു സച്ച് എ ഡേർട്ടി സിൻഡർ ബെഞ്ച് ആസ് യു ആർ. നിന്നെ പോലുള്ള ഒരു എന്താ പറയുക ഡേർട്ടി സിൻഡർ ബെഞ്ച്, അത്രയും ചളി പിടിച്ച പൊടിയൊക്കെ പിടിച്ചിട്ടുള്ള ചാരമൊക്കെ നിറഞ്ഞിട്ടുള്ള നിനക്ക്, പെൺകുട്ടിയായിട്ടുള്ള നിനക്ക് ഞാനത് തരാം. ഐ ഷുഡ് ബി സച്ച് എ ഫൂൾ. അതുകൊണ്ട് ഞാൻ തരുന്നതുകൊണ്ട് ഞാനൊരു ഫൂളാവും. ദ എൻ്റയർ ഫാമിലി ബേസ്റ്റ് ഇൻ ടു ലോഫർ. എൻ്റയർ ഫാമിലി, നമ്മുടെ കുടുംബം ഒരു എന്താ പറയുക ഒരു പൊട്ടിച്ചിരിക്കുക അതൊരു കാരണമാകും എന്ന് പറയാണ്. The next day the two sisters were at the ball. അവർ നെക്സ്റ്റ് ഡേ ഉള്ള ബോളിലേക്ക് അവർ പോയി. ആൻഡ് സോ വാസ് സിൻഡ്രല്ല ഡ്രസ്ഡ് ഈവൻ മോർ മാഗ്നിഫിസൻ്റ്ലി ദാൻ ബിഫോർ. മുമ്പത്തെ ദിവസത്തിനേക്കാളും ഉണ്ടായിരുന്നതിനേക്കാളും എത്രയോ മടങ്ങ് കൂടുതൽ സുന്ദരിയായിട്ട് അവൾ ബോളിലേക്ക് പോയി. ദ പ്രിൻസ് വാസ് ഓൾവേസ് ബൈ ഹെർ സൈഡ്. അവളുടെ സൈഡ് തന്നെ, അവളുടെ അടുത്ത് തന്നെ പ്രിൻസ് നിന്നു. ആൻഡ് നെവർ സീസ്ഡ് ടു ഗിവ് ഹീസ് കോംപ്ലിമെൻറ്റ്സ് ആൻഡ് കൈൻഡ് വേർഡ്സ് ടു ഹെർ. Prince was always by her side. പ്രിൻസ് അവളുടെ അടുത്ത് തന്നെ നിന്നു. ആൻഡ് നെവർ സീസ്ഡ് ടു ഗിവ് ഹിസ് കോംപ്ലിമെൻറ്റ്സ് ആൻഡ് കൈൻഡ് വേർഡ്സ് ടു ഹെർ. അവളോടുള്ള നല്ല വാക്കുകൾ, ആ കൈൻഡ്സും ആ ദയയും, അതുപോലെ തന്നെ അവൾ എത്രത്തോളം സുന്ദരിയാണ് എന്നുള്ളതിൽ അവളോട് കാണിക്കുന്ന ആ കോംപ്ലിമെൻറ്റ്സ്, അല്ലെങ്കിൽ ആ കോംപ്ലിമെൻറ്റ്സ് ആയിട്ടുള്ള വേർഡ് അദ്ദേഹം ഒരിക്കലും നിർത്തിയില്ല, പറഞ്ഞുകൊണ്ടേയിരുന്നു. സിൻഡ്രല്ല ഫോർഗോട്ട് അബൌട്ട് ദ ടൈം. സിൻഡ്രല്ല വീണ്ടും സമയം മറന്നു, സമയത്തെ പറ്റിയിട്ട് അവൾ ചിന്തിച്ചില്ല. ഷീ തോട്ട് ദാറ്റ് ഇറ്റ് വാസ് നോ ലേറ്റർ ദാൻ 11 വെൻ ഷീ കൗണ്ടഡ് ദ ക്ലോക്ക് സ്ട്രൈക്കിംഗ് 12. She thought that it was no later than 11 when she counted the clock striking 12. ആ 12 സ്ട്രൈക്ക് ചെയ്യുന്നവരും ക്ലോക്കിലെ 12 മണി അടിക്കുന്നത് വരെ അവൾ സമയത്തിനെ പറ്റി ചിന്തിച്ചില്ല. അതുമാത്രമല്ല, അവൾ 11 മണിയേക്കാൾ ഒരുപാട് കൂടുതലായിട്ടില്ല, 11 മണി കഴിഞ്ഞിട്ട് ഒരുപാടായിട്ടില്ല എന്നുള്ള ചിന്തയിൽ അവൾ നിന്നു. The jumped up and fled as nimble as a deer. ഒരു മാനിനെ പോലെ 12 മണി അടിച്ചതോടുകൂടി ഒരു മാനിനെ പോലെ അവൾ കുതിച്ച് ചാടിയിട്ട് ഓടി. In her hurry she left one of her glass shoes in the ballroom. ആ ബോൾറൂം, അവൾ ഓടുന്ന ഓട്ടത്തിൽ അവളുടെ കയ്യിലുള്ള ആ ചെരുപ്പ്, ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഷൂ ആണ്. ആ ഷൂ ഒരെണ്ണം അവിടെ ലെഫ്റ്റായിട്ട് അവിടെ ഇട്ടിട്ട്, അല്ലെങ്കിൽ അവളുടെ കാലിൽ നിന്ന് ഊരി വീണിട്ടാണ് പോയത്. ഷീ ജംപ് എന്ന് പറഞ്ഞു ബോൾറൂം
ആസ് ഷീ റീച്ച്ഡ് ദ കോച്ച് ഷീ ഹേർഡ് ദ ലാസ്റ്റ് ഡിങ് ഡോങ്. അവൾ കോച്ചിലേക്ക് കയറിയ സമയത്ത് ലാസ്റ്റത്തെ ആ 12 മണിയുടെ ലാസ്റ്റത്തെ ആ ഡിങ് ഡോങ് ട്യൂണ് കേട്ടു. സഡൻലി ദ കോച്ച് ബിക്കേം ദ പംകിൻ, പംകിൻ. അപ്പോൾ പംകിനോണ്ടാണ് നമ്മൾ കോച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം കോച്ച് ടു ബിക്കം എ പംകിൻ, പംകിനായിട്ട് മാറി. ദ ഹോഴ്സസ് ടേൺ ഇൻ ടു മൈസ് ആൻഡ് ദ ഫുട്മാൻ ഇൻ ടു ഗ്രീൻ ലാഡ്സ്. അതുപോലെ തന്നെ ഹോഴ്സ് ടേൺ ഇൻ ടു മൈസസ്. നമ്മുടെ ഹോഴ്സസ് എന്തായിട്ട് മാറി? ഹോഴ്സസ് നമ്മളെന്താ പറഞ്ഞത്? ഹോഴ്സസ് മൈസസ് ആയിട്ട് മാറി. അതുപോലെ പിന്നെന്താ, ഫുട്മാന് ലിസാർഡായിട്ട് മാറി. ആ മാജിക്കിൻ്റെ ടൈം കഴിഞ്ഞ കാരണം. ഹെർ ക്ലോത്ത്സ് ബിക്കം ദ ഓൾഡ് റാക്സ് അഗെയിൻ. അവളുടെ ക്ലോത്ത്സ്, അവളുടെ വസ്ത്രങ്ങൾ വീണ്ടും മുഷിഞ്ഞ വസ്ത്രങ്ങളായിട്ട് മാറി. ബട്ട് ദ വൺ ഷൂ ഓൺ ഹെർ ഫുട്ട് വാസ് അൺചേഞ്ച്ഡ്. പക്ഷെ അവളുടെ കാലിലുള്ള ഒരു ഷൂ മാത്രം ഒന്നും മാറിയില്ല, അതിനൊരു ചേഞ്ചും വന്നില്ല. ഷീ റീച്ച്ഡ് ഹോം ബിഫോർ ഹെർ സിസ്റ്റേഴ്സ് അറൈവ്ഡ്. സിസ്റ്റേഴ്സ് വരുന്നതിന് മുന്നേ തന്നെ അവൾ വീട്ടിൽ എത്തി. സോ ദേ ഡിഡ് നോട്ട് നോ അബൌട്ട് ഹെർ ഗോയിങ് ടു ദ ബോൾ. സോ ദേ ഡിഡ് നോട്ട് നോ അബൌട്ട് ഹെർ ഗോയിങ് ടു ദ ബോൾ. അവൾക്ക് ആ ബോളിലേക്ക് പോയിന്ന്, അവൾ ആ ബോളിലേക്ക് പോയിന്ന് സിസ്റ്റേഴ്സിന് ഒരു രീതിയിലുള്ള സംശയമോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളെ മുമ്പ് ചെയ്തു. അതുപോലെ തന്നെ ഒരു സംശയം അവർക്ക് ഉണ്ടാവാനുള്ള ഇട സിൻഡ്രല്ല ഉണ്ടാക്കിയിട്ടുമില്ല. ബിഫോർ ഹെർ സിസ്റ്റേഴ്സ് അറൈവ്ഡ്, സോ ദേ ഡിഡ് നോട്ട് നോ അബൌട്ട് ഹെർ ഗോയിങ് ടു ദ ബോൾ. ഇവൾ ബോളിലോട്ട് പോയി എന്നുള്ള ഒരു കാര്യം സിസ്റ്റേഴ്സിന് അറിയില്ല. അവർക്ക് ഒരു തരത്തിലുള്ള സംശയവും ഉണ്ടായിട്ടു. അപ്പോൾ ഒരു ദ ബോൾ എന്ന് പറഞ്ഞ സെഗ്മെൻറ്റ് ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്തത് ഒരു ദ സെർച്ചാണ്. അപ്പോൾ ഇത് കുറച്ച് ലെങ്തിയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഭയങ്കര ലെങ്തി ആയിപ്പോയി. അപ്പോൾ ഈ അടുത്ത ദ സെർച്ച് എന്നുള്ളത് അടുത്ത പാട്ടിൽ കാണാം.